കർത്താവിൻ്റെ വചനവും ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഉപവാസ പ്രാർത്ഥനയുടെ 14ാമത്തെ പകലിലാണല്ലോ. വ്യത്യസ്തമായ ദൈവിക ദൂതുകൾ നമ്മൾ കഴിഞ്ഞ 13 ദിനരാത്രങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. വചനത്തിൻ്റെ ആഴങ്ങൾ, അതിൻ്റെ പരപ്പുകൾ നമ്മൾ ഇറങ്ങിച്ചെന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ദൈവാത്മാവ് തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറി പ്രാർത്ഥിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരത്ത് ആരാധനയുണ്ടല്ലോ, അതുകൊണ്ട് വായിച്ച വചനം ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറേ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. മോശ പാളയത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് എണ്ണിത്തീട്ടപ്പെടുത്താൻ കഴിയാത്ത ലക്ഷക്കണക്കിന് വരുന്ന, ആയിരക്കണക്കിന് വരുന്ന, 10,000 വരുന്ന ഇസ്രായേൽ ജനത്തിനോട് കൈമാറുന്ന ഒരു പദമാണ് ആമേൻ നാം വായിച്ച വചനം. ശാന്തമായി അതിൻ്റെ ആകത്തളത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം ചില ദൂതുകൾ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. നാം ഉപവാസ പ്രാർത്ഥനയുടെ 14ാമത്തെ ദിവസമാണ്. ആമേൻ. ശാസ്ത്രവും ലോകവും അതിൻ്റെ അത്യന്ത സിംഹത്തിലെന്ന് പറയുമ്പോൾ മോശ പറഞ്ഞതുപോലെ ഈ ആലയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. ഹല്ലേലൂയ, 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 ആമേൻ. ഒരിക്കൽ പീലാത്തോസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ബറബാസിനെ വേണോ, നിനക്ക് യേശുവിനെ വേണോ? യഹൂദന്മാരും കൂടെ നിന്ന ശാസ്ത്രിമാരും റോമൻ പടയാളികളും ഒരുമിച്ച് ആഘോഷത്തോടെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, ഞങ്ങൾക്ക് ബറബാസിനെ മതി. ഇന്ന് പകൽ നാം ജീവിക്കുന്ന ലോകം അതാണ് പ്രിയരെ. സത്യമറിഞ്ഞിട്ടും ദൈവകൃപയെ ആസ്വദിച്ചിട്ടും ദൈവ വിടുതലിനെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിനകത്ത് രുചിച്ചു നോക്കിയിട്ടും നമ്മൾ പാടാറുണ്ട്, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാനാണ്. പാടിയവരും കൈയടിച്ചവരും സ്തുതിച്ചവര്, കൂടെ നടന്ന് അപ്പം കടിച്ചവര്, അത്ഭുതം താമെ കണ്ടവര്, മരിച്ചവരെ ഉയർപ്പിക്കും അവ കണ്ടവര് ലാസ്റ്റ് പറയുക, പീലാത്തോസിനോട് പറയുക, ഞങ്ങൾക്ക് ഇവനെ വേണ്ട, ഞങ്ങൾക്ക് ബറബാസിനെ മതി. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 14ാമത്തെ പകൽ ദൈവസഭയോട് ദൈവത്തിന് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. എൻ്റെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. യഹോവയുടെ പക്ഷത്തുള്ള ദൈവജന മാറി നിൽക്കട്ടെ. കാരണം അവൻ്റെ വരവേറ്റം ആസന്നമായി. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അടുക്കുള്ളവൻ ഇനിയും അടുക്കാടട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. ഇന്ന് പകൽ ഉപവാസത്തിൻ്റെ 14ാമത്തെ പകൽ ആത്മാർത്ഥമായി ഇന്നലെ രാത്രി മുടങ്ങിയ ഒരു ഓർത്തക്കോള് പോലെ ഞാൻ ഇന്ന് പകൽ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ പറയട്ടെ, ദൈവത്തെ വിട്ടൊരു ജീവിതമില്ലെന്ന് പറയുന്ന ഒരു തലമുറ ഇതിനകത്തുനിന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റു വന്ന, നീ ആഹാരം വെടിഞ്ഞിരിക്കുമ്പോ, നീ സമയം കളഞ്ഞ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോ ഇന്നു പകൽ ധന്യമാണ്, അതിന് പ്രതിഫലമുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ യഹോവയുടെ പക്ഷത്തുണ്ട്?
ഞാൻ യഹോവയുടെ പക്ഷത്തുണ്ട്. കേവലം വാക്കുകൾക്കകത്തല്ല, ജീവിതത്തിനകത്ത്, ജീവിതത്തിനകത്ത്, ആമേൻ, നാവിനകത്ത്, കണ്ണിനകത്ത് ദൈവത്തെ വരച്ചു കാട്ടാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്നെപ്പോലൊരു ധന്യനായ വ്യക്തി ഉലകത്തിൽ വേറെയില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണേ. അബ്രഹാമിൻ്റെ യാഗത്തിനകത്ത് ദൈവിക കോപം വെളിപ്പെട്ടു. നമ്മുടെ യാഗത്തിനകത്തും ദൈവഹിതമല്ലാത്ത യാഗമർപ്പിച്ചാൽ അനുഗ്രഹത്തിന് പകരം എന്തു വരും? ശാപം വരും. ശാപം. ആമേ. ഉപവാസം നല്ലതാണ്, പ്രാർത്ഥന നല്ലതാണ്, കയ്യടി നല്ലതാണ്. നീ അർപ്പിക്കുന്ന യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് ചിന്തിച്ചുകൊള്ളണം. ഇല്ലെങ്കിൽ ശാപം വെളിപ്പെടും. അബ്രഹാമിൻ്റെ യാഗത്തിനകത്ത് ശാപം വെളിപ്പെട്ടു. ശാപം ഇങ്ങനെയാണ്: നിന്റെ ജനം, നിന്റെ തലമുറ അന്യമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമയാകും. 400 സംവത്സരം മൂര്യ വിചാരകന്മാരുള്ള പീഡയും മിസ്രയീമിന്റെ കഞ്ഞിക്കലത്തിനകത്ത്, കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്ത് കയ്പുനീര് കുടിച്ചൊരു തലമുറ, ഏകദേശം 10ലധികം തലമുറകൾ മിസ്രയീമിന്റെ മണ്ണിൽ അടിമത്തം പേറുമ്പോൾ മിസ്രയീമിന്റെ അടിമത്തകത്തെ പൊട്ടിക്കാൻ മോശയെ വിളിച്ചു വേർതിരിച്ചു. മോശയെ ദൈവിക പ്രമാണത്തിനകത്ത്, ദൈവിക തേജസ്സിനകത്ത് മിസ്രയീമിന്റെ മണ്ണിനകത്തേക്ക് കൊണ്ടുപോയി. 10ലധികം ബാധകളെ അടിച്ച് മിസ്രയീമിന്റെ മണ്ണിൽ നിന്ന്, അടിമ വീടാകുന്ന മിസ്രയീമിൽ നിന്ന് മോശയിലൂടെ ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന ജനസമൂഹത്തെ വിടുവിച്ചു കൊണ്ടുവരുമ്പോ അർദ്ധരാത്രി ചെന്നു നിൽക്കുന്നത് ചെങ്കടലിന്റെ മുൻപിലാണ്. ചെങ്കടലിന്റെ മുൻപിൽ നിന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചെങ്കടലിന്റെ പിൻപിൽ മിസ്രയീമിന്റെ പട, മുൻപിൽ ചെങ്കടല്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോ ഭക്തനായ മോശയോട് പറഞ്ഞു, നീ കയറിപ്പോയപ്പോ അത്ഭുതം പ്രവർത്തിക്കാൻ ഞാൻ നിന്റെ കരത്തിൽ തന്നൊരു വടിയില്ലേ, ആ വടി നീ ചെങ്കടലിന്റെ മുൻപിൽ നീട്ടിയ ചെങ്കടൽ നിനക്ക് 2 മാറ്. ഇന്ന് പകൽ കേട്ടോണേ, മോശ വിശ്വാസത്താൽ ചെങ്കടലിന്റെ മുൻപിൽ വടി നീട്ടി ചെങ്കടൽ 2 മാറി. ഇസ്രായേൽ ഉണങ്ങിയ നിലത്തൂടെ അപ്പുറത്തും മരുഭൂമിയിലേക്ക് കടന്നു. മിരിയാം തപ്പെടുത്തു പാടി 25 ലക്ഷം പേർ തപ്പിനോടും നൃത്തത്തോടും ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് പകൽ 100 കണക്കിന് പേർ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ എത്രമാത്രം ശബ്ദമുയരുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്ക്. 25 ലക്ഷം പേർ മരുഭൂമിയിൽ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോ എത്ര ആനന്ദമാണ്, എത്ര സന്തോഷമാണ്. തപ്പെടുത്ത് ആരാധിച്ചവർ, നൃത്തം ചെയ്തവർ, ആമേൻ, ആഹാരം ലഭിച്ചില്ലെന്ന് പറഞ്ഞു മോശയോട് വിറുവിറുക്കാൻ തുടങ്ങി. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ മല്ലന്മാരുടെ ആഹാരം സ്വർഗം തുറന്ന് എൻ്റെ ദൈവം ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തു. ഇറക്കിയത് ചുമ്മയല്ല, സ്വർഗം തുറന്ന് മഞ്ഞിനോട് കൂടെ മഞ്ഞ ഭൂമിയിലേക്ക് പതിപ്പിച്ചു. കടലിന്റെ ആഴത്തട്ടിൽ കിടന്ന് ലിവ്യാതാന്റെ തലയെ തകർത്ത് അതിന് ചിറക് വച്ച് ജീവൻ കൊടുത്ത്, ചുണ്ടുവച്ചു, കണ്ണുകൊടുത്ത് കൂടാരത്തിലേക്ക് പടർന്നിറക്കി. കാടപ്പക്ഷിയായി ദൈവം ഇസ്രായേലിന്റെ കൂടാരത്തിന്റെ മുൻപിൽ കൊടുത്തു. ഇന്ന് പകൽക്കാലം കേട്ടോണ്, അടിമ വീടാകുന്ന മിസ്രയീമിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു. അർഹതയില്ലാത്ത മന്നകൾ, അർഹതയില്ലാത്ത കാടപ്പക്ഷി ദൈവം എന്നെ നടത്തിയത് കൊണ്ടോ ഇന്ന് പകലും നാം ജീവനോടിരിക്കുന്നത്. എത്രയോ രാത്രി നീ കരഞ്ഞു ഒരു ആഹാരത്തിന് വേണ്ടി. എത്രയോ രാത്രി നീ പറഞ്ഞു, കർത്താവേ, എന്റെ തലമുറയുടെ മാള എമ്പായി തീരൂ, എന്റെ കുഞ്ഞു മരിച്ചു പോകില്ലേ, എന്റെ കുഞ്ഞു ആഹാരമില്ലാതിരുമ എന്റെ കുഞ്ഞു മരിച്ചു പോകില്ലേ എന്ന് ചോദിച്ച ദിനരാത്രങ്ങൾക്കകത്ത് മന്ന പൊടിച്ചു നടത്തിയ ആ ദൈവത്തെ നീ മറക്കരുത് കുഞ്ഞേ. ഇന്ന് പകൽ നീ മറന്നു പോകരുത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കണ്ണുനീരോടെ കരഞ്ഞ നാളുകളിൽ
അർഹതയില്ലാത്തത് കൂടാരത്തിൻ്റെ മുൻപിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഉറപ്പോടെ പറയണം, ദൈവം എന്നെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഇന്ന് പകൽ മന്ന ലഭിച്ചവരുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അർഹതയില്ലാത്ത നന്മകൾ കൂടാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ മിടുക്ക് കൊണ്ടല്ല, ആരൊക്കെ കണ്ണുനീരോടെ മെനക്ക് കരഞ്ഞത് കൊണ്ടാ കുഞ്ഞെ കൂടപ്പിറപ്പേ നിന്റെ മുൻപിൽ മന്ന വെളിപ്പെട്ടത്. ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് കൈമാറുക. ഉപവാസത്തിന്റെ 14ാമത്തെ പകൽ കണ്ണുനീരോടെ നീ കരഞ്ഞ നിനക്ക് വേണ്ടി ചില മല്ലന്മാരുടെ ആഹാരത്തെ എന്റെ ദൈവം ഇന്ന് പകലില് നിന്റെ കൂടാരത്തിന്റെ മേൽ പൊടിപ്പാൻ അവൻ ശക്തനാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ ദൂത് പിടിച്ചോണ്. അർഹതയില്ലാത്ത ചിലത് പട്ടണങ്ങൾക്കപ്പുറം നിന്ന്, രാജ്യങ്ങൾക്കപ്പുറം നിന്ന്, ദേശങ്ങൾക്കപ്പുറം നിന്ന് എന്റെ ദൈവം നിന്റെ മുൻപിൽ പൊഴിക്കാൻ പോകുകയാണ്. പിടിക്കാമെങ്കിൽ ഈ ദൂത് പിടിച്ചോ കേട്ടോ. ഇന്ന് പകൽ ആരോടൊക്കെ വ്യക്തമായി ദൈവം ഇടപെടുകയാണ്. അർഹതയില്ലാത്തത് ഒരിക്കലും ലഭിക്കാൻ അർഹതയില്ലാത്തത് ചിലത്. ഹല്ലേലൂയ. ദൈവദാസൻ പറഞ്ഞു ഹല്ലേലൂയ. 25-ലധികം പേർ പൂർണ്ണമായി ഉപവസിക്കുന്നു. എൻ്റെ അറിവിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് 10-20ഓളം പേർ ഉപവസിക്കുന്നു. ഹലോ, ചുമ്മാ പറയുന്നതല്ല. മീഡിയയിലിരിക്കുന്ന പയ്യന്മാർക്കറിയാം ലൈവ് ഇവിടെ നടക്കുമ്പോൾ എത്ര കോള് വരുന്നുണ്ടെന്ന്. അവിടെ പ്രസംഗം നടക്കുമ്പോൾ എത്ര കോള് വരുന്നുണ്ടെന്ന് അവരൊക്കെ നോക്കുക. ഇതൊക്കെ ഞാൻ പറയും, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്നു പകൽ ദൈവം സന്നിധിയിൽ നീ കരയുന്നുണ്ടെങ്കിൽ നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി കൊടുക്കുന്നത് ഒരു മനുഷ്യൻ കണ്ടതല്ല, ഒരു മനുഷ്യൻ കേട്ടതല്ല, ഒരു മനുഷ്യന്റെ ചെവിയിൽ തോന്നിയതല്ല. ഇന്ന് പകൽ ആരോടൊക്കെ പ്രവചിക്കാൻ പറയുന്നു കേട്ടോ. ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത പട്ടണങ്ങളുടെ നന്മകൾ, രാജ്യങ്ങളുടെ നന്മകൾ. കരയുന്ന ഏതോ വ്യക്തി എന്റെ പ്രസംഗം കേൾക്കുന്നു. നിന്നോട് കുഞ്ഞെ ദൂത്, ആ രാജ്യങ്ങളുടെ നന്മ നിന്റെ കരത്തിൽ വരുന്നു. പട്ടണങ്ങളുടെ നന്മ നിന്റെ കരത്തിൽ വരുന്നു. ദേശങ്ങളുടെ നന്മ നിന്റെ കരത്തിൽ വരുന്നു. ചിലരുടെ ശക്തമായ കരുതലുകൾ നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുകയാണ്. എന്റെ പ്രസംഗ വിഷയം അതല്ല. അവിടെ നിന്നുവോ അമ്മേ. മന്ന കൊടുത്തു, കാടപ്പക്ഷി തിന്നു, എന്നിട്ടും ഇസ്രായേൽ പുറപുറത്തു. വെള്ളം ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് പുറപുറത്തു. തീക്കൽ പാറയ്ക്കകത്തുനിന്ന് 40 വർഷം കുടിക്കാൻ ഒരു നീരൊഴുക്ക് ദൈവം തുറന്നു കൊടുത്തു. ഒരിക്കലും വറ്റാത്തൊരു നീരൊഴുക്ക് എൻ്റെ ദൈവം തുറന്നു കൊടുത്തു കേട്ടോ. മിസ്രൈമിൻ്റെ അടിമ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. എന്താ കഴിക്കുന്നേ? മല്ലന്മാരുടെ ആഹാരം, ദൂതന്മാരുടെ ആഹാരം. കടിക്കുന്നത് കാടപ്പക്ഷിയാ, കുടിക്കുന്നത് പാറയിലെ വെള്ളമാ. കുടിച്ച് നാളുകൾ നീണ്ടുപോയപ്പോ മോശയോട് ദൈവം പറഞ്ഞു, നമ്മളോട് പറഞ്ഞതുപോലെ, മോശേ നീ ഒന്ന് കേറി വാ. നമ്മൾ 21 ദൈവസന്നിധി ഇരിക്കുക, ദൈവത്തോട് കൂടെ ഇരിക്കുക. മോശയോട് പറഞ്ഞു, നമുക്ക് 40 ഒരുമിച്ചിരിക്കാം. 40 ഒരുമിച്ചിരിക്കാം. പ്രാർത്ഥനയോടെ ദൈവത്തോടിരിക്കുന്നവരോട് ഞാനൊരു ദൂത് പറയാം. ഉലകം കണ്ടിട്ടില്ലാത്ത മേഖലകൾക്കകത്ത് ദൈവ സാന്നിധ്യം ഇരിക്കുന്ന പ്രാർത്ഥനാ റൂമിനകത്ത് ഇറങ്ങി വരും കേട്ടോ. ആരുടെയും മുൻപിൽ കൊടുത്തിട്ടില്ലാത്ത മീമ പലക, സാക്ഷ്യത്തിന്റെ പലക, ചില നിയോഗങ്ങൾ നിന്നോടും നിന്റെ തലമുറയോട്
കൈമാറാൻ എന്റെ ദൈവത്തിന് ഈ ഉപവാസത്തിൽ പദ്ധതിയുണ്ട്. പിടിക്കാമെങ്കിൽ ദൂത് പിടിച്ചോ, കരമടിക്കുമെങ്കിൽ നന്നായി, അന്യഭാഷ പറയുമെങ്കിൽ നന്നായി. ഇന്ന് പകൽ ദൈവാത്മാവെന്നോട് പറയുക, കരയുന്ന, വേറിട്ടിരിക്കുന്ന, ഉപവസിക്കുന്ന നിന്റെ തലമുറയ്ക്കും നിനക്കും വേണ്ടി ദൈവം വ്യത്യസ്തമായത് അന്ത്യകാലത്തിന്റെ ഉണർവിന് പേറാൻ ശേഷിയുള്ള അഭിഷേകത്തെ കൈമാറോ എന്റെ ദൈവം ഇറങ്ങി വരുന്നുണ്ട്. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ, ഇനി കാണാൻ പോകുന്നവർ, ഇവിടെ വെളിപ്പെടുന്ന ഈ ശക്തി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുകയാ, നിന്റെ റൂമിനകത്ത് വെളിപ്പെടുകയാ. കൂടപ്പറപ്പേ, നീ 21 ഇരിക്കുന്നത് വെറുതെയല്ല. ആരോടും സംസാരിച്ചിട്ടില്ലാത്ത ചില സംതിങ് മിസ്റ്ററിയായവ ദൈവഹൃദയത്തിലെ മർമ്മത്തെ ചില മിസ്റ്ററി റിവീലേഴ്സ് ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഈ 21ാം നൂറ്റാണ്ടില് അന്ത്യകാലത്തിന്റെ കടശി മണിക്കൂറുകളിൽ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന, കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിക്കുന്ന ഒരു പ്രവാചകന്റെ കൈവയ്പിലല്ല, ഒരു അപ്പോസ്തലന്റെ കൈവയ്പിലല്ല, ഏതോ പാസ്റ്റർ കൈവച്ചിട്ടല്ല. ആമേ ദൈവത്തൊന്ന് ടയറാക്കി ആമെ പ്രാപിക്കുന്ന മോശമോർ ഇതിനകത്തും എഴുന്നേൽക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിസിറ്റേഷനുകൾ സംഭവിക്കുന്നു, സ്വർഗീയ സമ്മർശനങ്ങൾ സംഭവിക്കുന്നു. നിന്റെ കൂടാരത്തിനകത്ത് ആ സ്വക്കത്തെ ആമെ ചാഞ്ഞിറങ്ങി എന്റെ ഉടയവൻ ഇറങ്ങുകയാണ്. ചുമ്മാ കൈയടിക്കരുത്, ചുമ്മാ കൈയടിക്കരുത്. അപനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രം യാക്കോബ് അർദ്ധരാത്രിയിൽ ഒരു കല്ല് തലയിണയായി വെച്ച് കിടന്നുറങ്ങി. യാക്കോബ് കിടന്നുറങ്ങിയ കല്ലിന്റെ അടുക്കൽ ഒരു ഗോവേണി വെളിപ്പെട്ടു. ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുന്നു. അർദ്ധരാത്രിയിൽ നീ ചില സ്വപ്നങ്ങൾ, ചില ദൈവിക വെളിപ്പാടുകൾ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നാളുകളത്തിൽ ആലയത്തിൽ സംഭവിക്കുന്നത്, ആളുകളിൽ നിന്റെ തലമുറയുടെ ഭാവിയിൽ സംഭവിക്കുന്നത്, നാളെയിൽ നിന്റെ ശുശ്രൂഷയിൽ സംഭവിക്കുന്ന ചിലവ് പുതുഭാഷകൾ ഇതിനകത്ത് വെളിപ്പെടുന്നു. കേട്ടോ, പുതുഭാഷകൾ വെളിപ്പെടുന്നു. കൊടുങ്കാറ്റ് വീശുന്നത് പോലെ ചിലരുടെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വീശിയിറങ്ങുകയാണ്. ചിലരുടെ കൂടാരങ്ങളുടെ മേൽ വീശിയിറങ്ങുകയാണ്. ആരോടൊക്കെ ദൈവം പ്രവചിക്കുകയാണ്. ഇന്ന് പകൽ ഡിവൈൻ വിസിറ്റേഷനുകൾ സംഭവിക്കുന്നു. നാളുകൾ പഴക്കമുള്ള ചില കാര്യങ്ങള് സ്വർഗം കൈകാര്യം ശാബാരാധ മുൻഭാഗം മുതൽ പുറകു വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങളാരും മൗനമായിരിക്കരുത്. കരമടിച്ച് ആത്മാവിൽ പ്രതികരിക്കണം.
അബ്രഹാമിന് കൊടുക്കാത്തത്, ആദാമിന് കൊടുക്കാത്തത്, നോഹയ്ക്ക് കൊടുക്കാത്തത്, ഇസഹാക്കിന് കൊടുക്കാത്തത്, യാക്കോബിന് കൊടുക്കാത്തത്, യോസേഫിന് കൊടുക്കാത്തത് ഒരു മോശയ്ക്ക് കൈമാറിയെങ്കിൽ ഈ ലോകത്തിലെ ശക്തന്മാർക്ക് കൊടുക്കാത്തത് ദൈവത്തോട് കൂടെ ഇരിക്കുമ, ദൈവത്തോട് 21 കൂടെ ഇരിക്കുമ നമ്മളെ മേൽ കൈമാറോ. എന്റെ ഉടയമന് പദ്ധതിയുണ്ടെന്ന് പറഞ്ഞു, എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു, അത് സ്വീകരിക്കും ഒരു തലമുറ. നീ വ്യത്യസ്തനാണ്, നീ വ്യത്യസ്തനാണ്, നീ വ്യത്യസ്തനാണ്. ഇന്ന പാശു ശുശ്രൂഷിച്ചതുപോലെയല്ല, ഇന്ന കുടുംബത്തിൽ വെളിപ്പെട്ട വിടുതൽ പോലെയല്ല, ഇന്ന വ്യക്തിയിൽ വെളിപ്പെട്ട മന്മ പോലെയല്ല, നിന്റെ മേൽ വെളിപ്പെടുമവ. പ്രാപിക്കൂ something heavenly, സ്വർഗീയമായ ചിലവ് ഇന്ന് പകൽ പ്രാപിക്ക. തലമുറകളെ ലക്ഷ്യമിട്ട് വാഴുന്ന, തലമുറകളെ ലക്ഷ്യമിട്ട് നോക്കിയിരിക്കുന്ന പല കുടിയിരിപ്പുകൾ ഇന്ന് പകൽ പട്ടണമിട്ട് ഇന്ന് പകൽ ഇളകി മാറുകയാ. ഞങ്ങളെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കാണുന്നവർ, മാതാപിതാക്കൾ ഇന്ന് പകൽ ദൈവം പറയുക, നിന്റെ തലമുറകള് ലക്ഷ്യമിട്ട് പറക്കുന്ന ചില ഇരുട്ടിന്റെ സംഘാരക മണ്ഡലങ്ങൾ പിടിക്കാമെങ്കിൽ പിടിച്ചോ, പിടിക്കാമെങ്കിൽ പിടിച്ചോ. ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അമ്മ 21 ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. ഈ തലമുറയിൽ ആർക്കും കൈമാറാത്തത് ഞങ്ങളുടെ ആലയത്തിൽ കൈമാറണം, ഞങ്ങളുടെ മേൽ കൈമാറണം, ഞങ്ങളുടെ ഭാവിയിൽ കൈമാറണം, ഞങ്ങളുടെ ശുശ്രൂഷയിൽ കൈമാറണം. ഭാഷകൾ മാറട്ടെ, ഭാഷകൾ മാറട്ടെ, നാവിന്റെ കെട്ടുകൾ പൊട്ടിട്ട് പട്ടണങ്ങളുടെ ഭാഷകൾ, കോണ്ടിനെന്റൽ ഭാഷകൾ അവിടെ അധരത്തിന്മേൽ വെളിപ്പെടട്ടെ. Heavenly visitation, heavenly visitation. Oh, what a mighty presence, what a mighty presence. Oh, Rima mama mama. ആരും കാഴ്ചക്കാരായി ഇതിനകത്തിരിക്കരുത്. കരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കരം അടിച്ച് ആരാധിച്ചോണം. ഇന്ന് പകൽ നീ അറിയാതെ മന്ത്രവാദി കെട്ടിയവ, ശകുനവാദി കെട്ടിയവ ഇന്ന് പകൽ പൊളിഞ്ഞു മാറും, പൊളിഞ്ഞു മാറും. ശരീരത്തിലിട്ട രോഗബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറും. നിന്നെ കടരോഗിയാക്ക, നിന്നെ വീട്ടിനകത്തൊതുക്ക ചെയ്ത മണ്ഡലങ്ങൾ തുറന്നിടുകയാണ്, തുറന്നിടുകയാണ്. സ്വർഗീയ ബന്ധത്തിലേക്ക് കയറി വരട്ടെ. ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു വെളിപ്പെടട്ടെ. ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു വെളിപ്പെടട്ടെ. പാപത്തെ അവന്റെ രാഗമോഹത്തോടെ ക്രൂശിച്ച് ഈ തലമുറയിൽ സ്വർഗത്തിന്റെ ഉണർവിന് വേണ്ടി നിൽക്കാം. ഇതിനകത്തുനിന്ന് നിയോഗമുള്ള ചിലവിന്
ഹൃദയത്തിന്റെ ആഴത്തട്ടിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഉപവാസം തീരുന്നതിന് മുമ്പ് കാറിന്റെ ദൂത് കേട്ടില്ലേലും, വീടിന്റെ ദൂത് നീ പിടിച്ചില്ലേലും, വസ്തു കിട്ടുമെന്ന് കേട്ടില്ലേലും, ദൈവത്തിന്ന് ചിലത് വാങ്ങിച്ചോണം. ദൈവത്തിന്ന് ചിലത് വാങ്ങിച്ചോണം. അബിനാണ് ഉപവസിക്കേണ്ടത്. അബിനാണ് ദൈവത്തോട് കൂടെ ഇരിക്കേണ്ടത്. 40 ദിനരാത്രങ്ങൾ മോശ ഇരുന്നപ്പോ സ്വർഗത്തെ തുറമുട്ടയവൻ ഇറങ്ങി വന്നിട്ട് അബ്രഹാമിന് കൊടുക്കാത്തത്, ഇസ്ഹാക്കിന് കൊടുക്കാത്തത്, യാക്കോബിന് കൊടുക്കാത്തത്, ആ തലമുറയുടെ വിശ്വാസ വീരന്മാർക്ക് കൊടുക്കാത്തത് മോശയ്ക്ക് കൈമാറിയെങ്കിൽ ഇന്ന് പകൽ പറ, എനിക്ക് ഭൗതികം വേണ്ട, എനിക്ക് തലമുറയിൽ ദൈവികമായവ. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ഇന്ന് പകൽ തന്റെ ഇടമുണ്ടെങ്കിൽ പറ, എനിക്ക് ജഡപ്രകാരമുള്ളത് വേണ്ട, സംതിങ് ആത്മീകമായവ. സ്തോത്രം പറഞ്ഞില്ല. എനിക്ക് ജഡപ്രകാരമുള്ളത് വേണ്ട, എനിക്ക് ആത്മീകമായത് മതി. എനിക്ക് ആത്മീകമായത് മതി. ആത്മീയമായത് വെളിപ്പെട്ടാലുള്ള പ്രത്യേകത, നീ ജഡത്തിന് വേണ്ടി കൊതിക്കണ്ട. നിനക്കുള്ള മന്ന ഇറങ്ങേണ്ട സമയത്തിറങ്ങ. നിനക്ക് വേണ്ടി പറന്നു വരേണ്ട കാടപ്പക്ഷി ഇറങ്ങേണ്ട സമയത്തിറങ്ങ. സ്തോത്രം പറഞ്ഞില്ല. സ്തോത്രം പറഞ്ഞില്ല. അബ്രഹാമിന് കിട്ടാത്തത് കിട്ടിയ മോശ, ഇസ്ഹാക്കിന് കിട്ടാത്തത് കിട്ടിയ മോശ, യാക്കോബിന് കിട്ടാത്തത് കിട്ടിയ മോശ, ഹാബേലിന് കൊടുക്കാത്തത് കൊടുത്ത മോശ, ദൈവത്തോട് 300 വർഷം നടന്ന ഹാനോക്കിന് കൊടുക്കാത്തത് ലഭിച്ച മോശ. കേട്ടോണ്, അവൻ ലോകത്തിന് വേണ്ടി ചോദിച്ചില്ല. അവന് വേണ്ടി പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി തൂണായി ഉദയവൻ ഇറങ്ങി വന്നെങ്കിൽ അവന്റെ അവസാനത്തിൽ അവൻ മോശ മരിച്ചത് ദൈവത്തിന്റെ കരത്തിൽ കിടമാണെങ്കിൽ ഇന്ന് പകൽ നീ ആഗ്രഹിക്കേണ്ടത് ഈ തലമുറയിൽ വ്യത്യസ്തനാകാം. ആരും പറയരുത് ഇന്നയാളുടെ വീട് നടക്കുമ്പോൾ എൻ്റെ വീട് നടക്കണമെന്ന്, ഇന്നവരുടെ മക്കളെ വലുതായതുപോലെ എൻ്റെ കുഞ്ഞ് വലുതാവണമെന്ന്, ഇന്ന പാസ സഭ പണിതതുപോലെ എനിക്ക് സഭ പഠിക്കണമെന്ന്, ഇന്ന പാസ ശുശ്രൂഷിക്കും പോലെ എനിക്ക് ശുശ്രൂഷിക്കണമെന്ന്. നോ 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 നോ, യു ആർ എ യൂണിക് ഇൻ കൈൻഡ്. നീ ക്രിസ്തുവിൽ വ്യത്യസ്തനാണ്. നീ ക്രിസ്തുവിൽ വ്യത്യസ്തനാണ്. ആരും ചെയ്തിട്ടില്ലാത്ത ചിലത് ഈ തലമുറയിൽ ചെയ്യാ വിളിക്കപ്പെട്ടവരാണെന്ന്. എങ്കിൽ ഇന്ന് പകൽ ഈ ദൂതേറ്റെടുത്ത 21 കഴിയും മുമ്പ് നിന്റെ പ്രാർത്ഥനാമുറിയിൽ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ദൈവിക എൻകൗണ്ടർ, ദൈവിക എൻകൗണ്ടർ ഒരു ദൂതനല്ല, സാക്ഷാൽ യഹോവ ഇറങ്ങി വരും, ഇറങ്ങി വരും, ഇറങ്ങി വരും, ഇറങ്ങി വരും. വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറഞ്ഞു സ്വീകരിക്ക.
ഒരിക്കൽ യാക്കോബ് പറഞ്ഞു, ദൈവം ഈ സ്ഥലത്തുണ്ട്. ആരുണ്ട്? ദൈവം ഈ സ്ഥലത്തുണ്ട്. അത് ഞാൻ അറിയുന്നുണ്ട്. ഇത് ദൈവത്തിന്റെ ആലയമാകുന്ന ബഥേലല്ലാതെ വേറെ നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ദൈവം ഇറങ്ങി വന്നാൽ ഒരു വടിയുമായി നീ പോയാൽ നീ തിരിച്ചു വരുന്നത് 2 സൈന്യമായിട്ടായിരിക്കും. അത്ഭുതം കണ്ടവർ, അടയാളം കണ്ടവർ, 40 രാവും പകലും മോശ പർവ്വതത്തിൽ കയറി ദൈവ സാന്നിധ്യത്തിനകത്ത്, സാക്ഷ്യപ്പെട്ടകത്തിനകത്ത് 10 കൽപ്പറ ഉൾപ്പെടുന്ന ന്യായപ്രമാണത്തിന്റെ തോറ സാക്ഷാലുടയവൻ 600-ലധികം ഉപകൽപ്പനകളും 10 കൽപ്പനകളും മോശയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തിട്ട് തേജസ്സിനെ പോലെ ശോഭിക്കുന്നവനായി ആമേൻ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ദൈവത്തെ പാടിയവർ, തപ്പെടുത്ത് നൃത്തം ചെയ്തവർ, സ്തുതിച്ചവർ, ആനന്ദത്തോടെ നിന്നവർ, സ്തുതിച്ചവർ, ആരാധിച്ചവർ, നന്ദി പറഞ്ഞവർ, ആമേ കാടപ്പക്ഷി മണ്ണേൻ തിന്നവർ. കേട്ടോണം, ദൈവവചനം വ്യക്തമായി പറയുന്നു. അങ്ങനെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്ത നന്മ അനുഭവിച്ചവർ അഹരോൻ ഉണ്ടാക്കിക്കൊടുത്ത കാളക്കുട്ടിയുടെ മുൻപിൽ കിടന്ന്, ആമേ സ്വർണ്ണ കാളക്കുട്ടിയുടെ മുൻപിൽ കിടന്ന് അവർ തപ്പെടുത്ത് ആരാധിക്കുകയാണ്. സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഉപവാസത്തിന്റെ 14ാമത്തെ പകൽ ഇത് പ്രസംഗിക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ദൈവം എന്നോട് ചോദിക്കാൻ പറയുന്നു, ഇന്ന് നിന്റെ അവസ്ഥ എവിടെയാണ്? നിന്റെ അവസ്ഥ എവിടെയാണ്? നീ ദൈവത്തിൻ്റെ പക്ഷമെന്ന് പറഞ്ഞല്ലേ നീ ഇറങ്ങിയത്? അത്ഭുതം കണ്ടില്ലേ? മണ്ണ തിന്നില്ലേ? കാടപ്പക്ഷി തിന്നില്ലേ? ആമേ ദൈവം തുറന്നു തന്ന നീഴൊരുക്കി നിന്ന് കുടിച്ചില്ലേ? ആരും സഹായമില്ലാത്ത എന്നെ എൻ്റെ ദൈവം സഹായിച്ചെന്ന് നീ കൊട്ടിപ്പാടിയില്ലേ? അന്യഭാഷയിൽ സ്തുതിച്ചില്ലേ? ഇന്ന് നിന്റെ ആത്മീകം എവിടെയാണ്? ലോകത്തിന്റെ കാളക്കുട്ടിയുടെ മുൻപിൽ ആടിത്തിർമുറുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കേട്ടോണോ, മോശ പറയുന്നത് പോലെ ഒരു ദൂത് ഞാൻ പറയുക, യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. എന്നാ ഭാഷ അങ്ങനെ പറഞ്ഞേ? യോശുവയുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, മണ്ണ നിൽക്കുന്നതിന് മുമ്പ് ഞാൻ ദൈവം യോശുവയോട് പറയുന്നത്, മോശയുടെ കാലശേഷം പറയുക, ഞാൻ ചിലരുടെ പേര് ജീവപുസ്തകത്തിന്ന് മാച്ചുകളയും. കൊട്ടുന്നുണ്ട്, പാടുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്. കൃപയിലാണെന്ന് നീ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്ന് പകൽ ദൈവം ചോദിക്കുക, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല? എന്നാ ഭാഷ അങ്ങനെ പറഞ്ഞത്? ദൂതന്റെ കയ്യിൽ എഴുതുന്ന പേന മാത്രമല്ല, മായ്ക്കുന്ന ഇറൈസറുമുണ്ടമ്മ. യോശുവയുടെ പുസ്തകം പറയുമേ, വെളിപ്പാട് പുസ്തകത്തിൽ സഭയ്ക്ക് ദൂത് എഴുതുമ്പോ, ഞാൻ ചിലരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മാച്ചു കളയാതെയും. എന്നാ അർത്ഥം എന്താ? ഞാൻ ചിലരുടെ പേര് മാറ്റാൻ സാധ്യതയുണ്ടെന്നല്ലേ? ഹലോ, പള്ളി വന്നത് കൊണ്ട് പേരെഴുതില്ല. ഇന്നലെ സ്നാനപ്പെട്ടപ്പോ ഉണ്ടായിരുന്ന പേര് ഇന്നുണ്ടോ എന്ന നെഞ്ചത്ത് കൈവച്ചു പറയാൻ കഴിയുമോ? നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല.
ജൗളിക്കടയിൽ ഇരിക്കുന്ന ബൊമ്മയാണ് ദൈവം നീ കരുതരുത്. നീ കീ കൊടുക്കുമ്പോൾ അനുസരിച്ച് ആടുന്നവനല്ല ദൈവം. എഴുതി വ്യക്തമായി ദൈവവചനം പറയുന്നു, ഇസ്രായേലേ, നീ കാളക്കുട്ടിയുടെ മുൻപിൽ ആരാധിച്ചത് മുതൽ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് ഞാൻ മാറ്റിട്ടുണ്ട്. ആരോടൊക്കെ ദൈവം ഇടപെടുകയോ ദൈവത്തിന്റെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. ഹല്ലേലൂയ. വചനം പറയുന്നു, ലേവി മാറി നിന്നു. ലേവിയോര് പറഞ്ഞ പദം ഇതാ, നീ അരയ്ക്ക് വാളുകെട്ട്. മോശ പറഞ്ഞ പദം ഇതാ, അരയ്ക്ക് വാളുകെട്ട്. ഇസ്രായേൽ കൂടാരത്തിന്റെ സകല വാതിക്കലും പോയി. സഹോദരനെന്നോ സഹോദരിയെന്നോ നോക്കരുത്. ദൈവത്തിന്റെ ജീവപുസ്തകത്തുനിന്ന് പേര് മാറ്റമല്ല, വാളിനെ വായ്ത്തലയാൽ തച്ചുടച്ചു കളയുക. ഇന്ന് പകൽ കൃപായുഗമാ. ദൈവം ന്യായവിധിയുടെ വാൾ വീശിയ സഹോദരനെന്നില്ല, സഹോദരിയെന്നില്ല. പാശ്രമില്ല, പാശ്രമകനമില്ല. ജീവപുസ്തകത്തിൽ നിന്നും പേര് മാറ്റ. ന്യായവിധി സുരക്ഷിതമാണ്. ഹലോ, ലേവിയോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ? ലേവിയുടെ അപ്പന്റെ മക്കളാ ഇതെല്ലാം. ഹലോ, രൂബേൻ മുതൽ ബെന്യാമീൻ വരെ ലേവിയുടെ അപ്പന്റെ മക്കളാ, യാക്കോവിന്റെ മക്കളാ. വാളുകൊണ്ട് ലേവി വെട്ടാൻ പോകുന്നത് സ്വന്തം കൂടപ്പിറപ്പുകളെയാ. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഞാൻ ഇല്ലാത്തത് പറഞ്ഞതല്ല, വ്യക്തമായി വചനം പറയുന്നു. ആ 32 അവസാനം ഒന്ന് വായിച്ചേ. ഇനി പറയും പാസ് കുത്തി പ്രസംഗിച്ചെന്ന്. ഓ, ഒന്ന് വായിര്, 27 വായിര്. ആ ആ ആ കേട്ടോ കേട്ടോ കേട്ടോ. ലേവിയുടെ അടുത്ത് പറയാ, ഓരോരുത്തൻ താൻ താന്റെ സഹോദരനെയും ആ ആ യഹോവയായ ദൈവം കൽപ്പിച്ചതാ. ദൈവകൃപ വിട്ടാൽ സഹോദരനും സ്നേഹിതനൊന്നുമില്ല. അവൻ പാപം ചെയ്ത പാപിയാണ്. ദൈവാലയത്തിൽ വന്നത് കൊണ്ടോ, തപ്പെടുത്തത് കൊണ്ടോ, പാടിയത് കൊണ്ടോ നീ ദൈവത്തിന്റെ പക്ഷത്തല്ല. കണ്ണൊക്കെ അടച്ചിരിക്കുന്നവരൊന്ന് എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഒന്നും കേട്ടില്ല, ഇത് കേൾക്കണം. പള്ളി വന്നതുകൊണ്ട് കാര്യം നടക്കില്ല. ഹലോ, പള്ളി വന്നതുകൊണ്ട് കാര്യം നടക്കില്ല. ഏതെങ്കിലും പാസ് കൈ വയ്ക്കുമോ എയറിലായിട്ടും കാര്യം നടക്കില്ല. പാസ് തീ വീണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും നടക്കില്ല. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. അങ്ങനെ മാറ്റി നിർത്താൻ തൻ്റെ ഇടമുള്ള മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ കേട്ടോണോ, സഹോദരമില്ല, കൂട്ടുകാരനുമില്ല, ന്യായവിധി എല്ലാവർക്കുമുണ്ട്. ദൈവം വാളെടുത്ത വാളിന്റെ വായ്ത്തലയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ ചിന്തയുണ്ട്, പാസ്റ്റർ കരുതും പള്ളി വന്ന്. നമ്മളൊന്നും കരുതില്ല. ഒരു കാര്യം കരുത്, ജീവന്റെ പുസ്തകത്തിൽ പേര് മാഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്വോത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ മോഹം എന്താ കടന്തൽ കുട്ടിയതുപോലെ ഇരിക്കുന്നേ? ഹലോ ഹലോ, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മാറാൻ മച്ചമ്പിയെന്നില്ല, ആന്റി സഹോദരങ്ങളെന്നില്ല. അയ്യോ, എൻ്റെ കൂട്ടുകാരെ സൺഡേ സ്കൂളിന് ഒരുമിച്ച് ഇന്നലെ രാത്രി ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴാണ് മരണ വാർത്ത കേട്ടത്.
എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു കൂട്ടുകാരൻ അയച്ചു തന്നെ. ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ഹൃദയം പടഞ്ഞുപോയി. ഹലോ, വല്ലപ്പോഴൊക്കെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോകുമ്പോൾ ഓടി വരും. എൻ്റെ നമ്പരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ വിളിക്കും. സ്നേഹത്തോടെ നിൽക്കുന്ന കുഞ്ഞാ. ഹലോ, രാത്രി ജോലി കഴിഞ്ഞ് വണ്ടി ഓടിച്ചു പോയതാ. എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ഏകദേശം 1/2 മണിക്കൂറിലധികം ആമെ പോസ്റ്റിൽ പോയി ഇടിച്ചിട്ട് രക്തം കട്ടി പിടിച്ച് റോഡിൽ കിടന്നു. എടുക്കാൻ ആരും ഉണ്ടായില്ല, ആംബുലൻസ് വിളിക്കാൻ ആരും ഉണ്ടായില്ല. ആരെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയനെ. എടാ, മനുഷ്യന്റെ ആയുസ് പൂ പോലെയാ, പുല്ല് പോലെയാ. അത് ഉണങ്ങും, അത് വാടും. അതിനകത്ത് നിഗളിക്കരുത്. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളി. ദൈവം കീറിക്കളഞ്ഞ് വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. പ്രാർത്ഥന വച്ചിട്ടും പള്ളി കയറാത്തത്, ഉപവാസം വച്ചിട്ടും ദൈവകൃപയില്ലാതെ നിഗളിച്ചു നടക്കുന്നത്, ഇമ്മകൻ നിന്നോടാബൂത് യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിടുക്കൊണ്ട് നിൽക്കുന്നയാണോ? കൃപ കൊണ്ടല്ലേ നിൽക്കുന്നേ? ആമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ 14ാമത്തെ പകൽ ഒരു തീരുമാനം എടുക്കാമോ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എൻ്റെ ദൈവ കൃപയുടെ പക്ഷത്തുണ്ട്. ഏതെല്ലാം മച്ചമ്പി എൻ്റെ തോളിൽ കൈയിട്ടിട്ട് വന്ന് ലോകത്തിൻ്റെ കഥ പറഞ്ഞാലും, ഏതൊക്കെ കൂട്ടുകാരൻ്റെ തോളത്ത് കൈയിട്ട് പ്രലോഭനത്തിൻ്റെ വാക്ക് പറഞ്ഞാലും, ആരെല്ലാം ദൈവകൃപയെ ചോർത്തുന്നതിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞാലും, ഞാൻ അവരുടെ പക്ഷത്തല്ല, ഞാൻ യഹോവയുടെ പക്ഷത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്താ പ്രിയരെ? ലേവിയോട് പറയുന്നു, നിന്റെ സഹോദരനായാലും കൂട്ടുകാരനായാലും നിന്റെ അരയുന്ന വാളെടുത്ത് വെട്ടി തകർത്തോണം. വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി, സമയമില്ല. അടുത്ത പദം പറയുന്നുണ്ട്, അന്ന് 3000 പേർ ഇസ്രായേൽ, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല, വിഗ്രഹത്തെ ആരാധിക്കാൻ ഇറങ്ങിയ അന്ന്, ദൈവകൃപ വിട്ടുപോയ അന്ന്, ദൈവത്തെ പ്രാർത്ഥിക്കാൻ മറന്ന അന്ന് 3000 പേർ ഇസ്രായേൽ പാളയത്തിനകത്ത് പട്ടുപോയി. ഇന്ന് പകൽ പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി, എൻ്റെ കുടുംബം നിനക്ക് വേണ്ടി ഇറങ്ങി. കഷ്ടതയുടെ തീച്ചൂളക്കകത്തുനിന്ന് അഡ്മിനിസ്ട്രേറ്റീവിന്റെ അടിമ വീടിന്ന വിളിച്ചിറക്കിയത്, തന്നവെല്ലാം അർഹതയില്ലാത്തതാ. ഈ മരുഭൂമിയിലും ക്ഷേമത്തോടെ നടത്തി. ഞാനോ എൻ്റെ തലമുറയോ ഈ മരുഭൂമി പട്ടുപോകരുത്. ഹൃദയം നുറുക്കത്തോടെ നീ പ്രാർത്ഥിച്ചാൽ നീയും നിന്റെ തലമുറയും തകരില്ല. നീയും നിന്റെ തലമുറയും തകരില്ല. ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ വരുന്നേ ഉള്ളൂ. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്താം. മോശ മലയിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കൽപ്പലക എറിഞ്ഞുടച്ചു. ദൈവപക്ഷത്തുള്ളവർ മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ, കേട്ടോണേ, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് എടുക്കണ്ട, വീട്ടിൽ പോയി വായിച്ചാൽ മതി. യാക്കോബ് അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് യോസേപ്പിൻ്റെ 2 മക്കളെ ഉൾപ്പെടെ യാക്കോബ്, ശ്രദ്ധിച്ച് കേട്ടെ, യാക്കോബ് അനുഗ്രഹിക്കുന്നൊരു അനുഗ്രഹമുണ്ട്. അതിനകത്ത് അനുഗ്രഹിക്കപ്പെട്ടവരാരും, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല, അപ്പൻ്റെ ലോകപരമായ അനുഗ്രഹം കിട്ടിയവരാരും ദൈവത്തിൻ്റെ പക്ഷത്തില്ലായിരുന്നു. ഹലോ, ഒന്ന് വായിക്കാമോ? അതൊന്ന് വായിക്കണം, നിങ്ങളെല്ലാം ഒന്ന് കേൾക്കണം. ഉൽപ്പത്തി പുസ്തകം 48 5ഉം 6ഉം ഒന്ന് വായിച്ചാട്ടെ. 5ഉം 6ഉം 7ഉം ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 49 5, 6, 7.
ശിമയോനും ലേവിയും സഹോദരന്മാർ ആ ആ ആ അവരുടെ യോഗത്തിൽ ചേരരുത്. ആ അവരുടെ കണ്ട അപ്പൻ പണ്ടേ പറയുക, അവരുടെ കോപത്തിൽ പുരുഷന്മാരെ കൊന്നു. വരിയോടിച്ചു. കേട്ടോ യാക്കോബ് സകല മക്കളെയും, തൻ്റെ 12 മക്കളെയും, അല്ലെങ്കിൽ യോസേഫിന്റെ മക്കൾ ഉൾപ്പെടെ സകലരെയും അനുഗ്രഹത്തിന്റെ വാക്ക് പറഞ്ഞപ്പോ ഉൽപ്പത്തി 49 ഒരുവനെ അപ്പൻ ശപിച്ചു. അവന്റെ പേരാണ് ലേവി. അപ്പന്റെ അനുഗ്രഹം ലഭിച്ചവരാരും ദൈവത്തിന്റെ പക്ഷത്തില്ലായിരുന്നു. പക്ഷെ അപ്പൻ ശപിച്ച ഒരുവനുണ്ട്, അവനാണ് ലേവി. അവനാന്റെ മുൻപിലാണ് മോശ പറഞ്ഞു, ഇസ്രായേലിന്റെ പാളയത്തിൽ നിന്ന് മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. അനുഗ്രഹത്തിന് പകരം ശാപം ലഭിച്ചവർ ദൈവത്തിന്റെ കൂടാരത്തിന്റെ അടുക്കൽ മാറി നിന്നു. എന്നാ പാസ്റ്ററേ, ഉലകത്തിലൊരപ്പൻ കൊടുത്തത് ശാപത്തിന്റെ വാക്കുകൾ. ഉലകത്തിലെ അവൻ ആഗ്രഹിച്ചു ചെന്നതാ അപ്പൻ്റെ അടുക്കൽ. അപ്പൻ അനുഗ്രഹിക്കുമെന്ന്, അപ്പൻ്റെ നന്മ ലഭിക്കുമെന്ന്. പക്ഷെ ലേവിക്ക് കിട്ടിയത് ശാപമാണ്. ലേവിക്കൊരു കാര്യം മനസ്സിലായി, ഉലകത്തിലെ അപ്പൻ എന്നെ ശപിച്ചാലും എൻ്റെ സഹോദരങ്ങളുടെ മുൻപിൽ ഞാനൊരു ശാപപാത്രമാണെങ്കിലും എൻ്റെ യോഗത്തിൽ അവർ വന്നില്ലേലും, എൻ്റെ യോഗത്തിൽ അവർ വന്നില്ലേലോ എൻ്റെ ശാപത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്. സകലരും അനുഗ്രഹത്തിന്റെ വാക്ക് പറഞ്ഞപ്പോഴോ ലേവി കേട്ടത് ശാപത്തിന്റെ വാക്കാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉപവാസത്തിന്റെ 14ാമത്തെ പകൽ ശാപത്തിന്റെ വാക്ക് കേട്ട് ഈറനണിഞ്ഞ കണ്ണുമായി ഇതിനകത്തിരിക്കുന്ന വ്യക്തികളുണ്ടോ? വിന്നമോക്കിയാണ് ദൂത്. ലോകം ശപിച്ചോട്ടെ, ലോകം തീർന്നെന്ന് പറഞ്ഞോട്ടെ, ലോകം ഇനി ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞോട്ടെ, പക്ഷെ എന്റെ ദൈവത്തോട് ചേർന്ന് നിന്നോ അവൻ നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കുന്നവനാണ്. മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ കരമടിച്ച് ശ്രദ്ധിച്ചേ പ്രിയരെ, എനിക്ക് ആശയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് പ്രാർത്ഥിക്കണം, സമയമില്ല. ഹലോ, യാക്കോബിന്റെ റൂമിനകത്ത് ഓരോരുത്തരായി പോകുന്നു, പോയി മുഴങ്കാലിൽ നിൽക്കുന്നു, അപ്പൻ തലയെ കൈവയ്ക്കുന്നു, അനുഗ്രഹിക്കുന്നു, വിടുന്നു. ലേവി പോകുന്നു, അപ്പൻ തലയെ കൈവയ്ക്കുന്നു. അനുഗ്രഹം ചിന്തിച്ചു പോയവൻ ഒരായുസ് ജീവിക്കാം. പഴയ നിയമത്തിൽ അപ്പൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമാണ്. അവൻ അനുഗ്രഹം തേടിപ്പോയവൻ യാക്കോബ് കൈവച്ചിട്ട് പറഞ്ഞത് അനുഗ്രഹമല്ല, ശാപമാണ്. എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അപ്പൻ്റെ റൂമിൽ നിന്ന് പുറത്തു വരുമ്പോ ഒരുവൻ ഈറനണിഞ്ഞ കണ്ണുമായി വരികയാണ്. ലേവി ഈറനണിഞ്ഞ കണ്ണുമായി വരികയാണ്. പലരും ചോദിച്ചു, ലേവി നിനക്കെന്തു പറ്റിയടാ? അപ്പൻ എന്താ നിന്നെ പറഞ്ഞത്? ലേവി കേട്ടോണ, എല്ലാവരുടെയും മുൻപിൽ കണ്ണ് തുടച്ചിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നെ ശപിച്ചാ പുറത്തിറങ്ങിയത്. കൂടെ നിന്ന 11 സഹോദരങ്ങൾ അവനെ നോക്കി പരിഹസിച്ചു. ഞങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാ, നീ മാത്രം ശപിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവനാണ്. കേട്ടോണേ, വചനം അങ്ങനെ പറയുന്നു. ലേവി ശാപത്തിന്റെ വാക്ക് കേട്ടു, ഈറനണിഞ്ഞ കണ്ണുമായി കൂടാരത്തു നിന്ന് ഒരായുസ് മുഴുവന് കണ്ണുനീരോട് ആ മരുഭൂമിയിൽ ജീവിച്ച് അവന്റെ തലമുറകൾ ജീവിച്ചു തീർക്കുമ്പോ അവന്റെ തലമുറകൾക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ട്. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടതയുണ്ടല്ലോ, എന്റെ വലിയപ്പച്ചൻ കേട്ട ശാപമാണ്. കേട്ടോണോ, ഒരു മാളിന് വേണ്ടി കാത്തിരുന്നു. ഈ ശാപത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ദിവസത്തിന് വേണ്ടി. ലോകം നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞോ, നീ ഒന്നിനും കൊള്ളില്ലെന്ന്. ലോകം നിന്നെ വെടക്കുന്നുണ്ടിയോ? ലോകം നിന്നെ ചപ്പന്നുണ്ടിയോ? ലോകം നിന്നെ ശപിച്ചോ? നിന്റെ വീടും നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് വീടടച്ചോ?
ഇന്ന് പകൽ കേട്ടോണം, ലേവിയുടെ മക്കൾ മുഴുവനും ശാപത്തിനടിമകളായി മാറിയപ്പോ ഇസ്രായേൽ പാളയത്തിനകത്തൊരു ശബ്ദം ഉയരുകയാ, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ, മാറി നിൽക്കട്ടെ. ലേവി പുത്രന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എടാ എന്റെ വലിയപ്പച്ചൻ കേട്ട ശാപം മാറാ, ഇതാണ് സമയം, ഇതാണ് സമയം. അവർ മോശയുടെ വലതുഭാഗത്ത് ലേവിപുത്രന്മാർ പരസ്പരം നോക്കി. അവർ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. പാളയത്തിന്റെ നടുവിൽ നിന്ന് മോശ കാഹളം ഊതിയിട്ട് പറഞ്ഞു, ഹേ യഹോവയുടെ പക്ഷത്തുള്ളവർ എന്റെ വലതുഭാഗത്ത് മാറി നിൽക്കട്ടെ. രൂബേനെ കണ്ടില്ല, ശിമയോനെ കണ്ടില്ല, ആമേ നഫ്താലിയെ കണ്ടില്ല, യഹൂദയെ കണ്ടില്ല, ദൈവദാസനെ ആമേ യോസേഫിനെ കണ്ടില്ല, ബെന്യാമീൻ ഗോത്രക്കാരെ കണ്ടില്ല. ശാപം പേറിയത് മോശയുടെ പക്ഷത്താണ് വിറമോ. അവർക്കൊരു കാര്യം മനസ്സിലായി, നൂറ്റാണ്ടുകളായിട്ടുള്ള ശാപം മാറാൻ, എന്റെ വലിയപ്പച്ചൻ കേട്ട ശാപം മാറാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമുള്ളൂ, അത് സാക്ഷാൽ യഹോവയാണ്. അവർ ചോദിക്കുന്ന ചോദ്യം പരസ്പരം ചോദിക്കുക, എടാ ദൈവത്തിന്റെ പക്ഷത്തല്ലാതെ ഞങ്ങൾ എവിടെ നിൽക്കും? നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഈ ദൈവത്തിന്റെ പക്ഷത്തല്ലാതെ എവിടെ നിൽക്കാം? എന്റെ അപ്പന്റെ പക്ഷത്തിരിക്കാൻ പറ്റുമോ? എന്റെ സഹോദരന്റെ പക്ഷത്തിരിക്കാൻ പറ്റുമോ? അവരെന്നെ വിളിക്കുന്നത് ശപിക്കപ്പെട്ടവനമ്മ. ഈ ദൈവത്തിന്റെ പക്ഷത്ത് ചേരുമോ അവൻ എന്നെ അനുഗ്രഹം. 21 ദിവസം ഉപവാസത്തോടെ കണ്ണുനീരോടെ ഇതിനകത്തിരുന്ന് കരയുന്നത് ശരീരത്തിനകത്ത് ബലഹീനത ഇല്ലാത്തത് കൊണ്ടല്ല, പല രാത്രികളും ഉറങ്ങാതെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച ഇതിനകത്ത് നിൽക്കുന്നതിന് കാരണം നമ്മുടെ ശാപത്തെ മാറ്റാൻ ഒരുവനെ കഴിയും, ഒരുവനെ കഴിയും, ഒരുവനെ കഴിയും. ലേവിക്കാർ രണ്ടാമത് ചിന്തിച്ചില്ല, അവർ ചാടി മോശയുടെ പക്ഷത്തു നിന്നു. ദൈവം മോശയോട് പറഞ്ഞു, കൊടുക്കടാ വാള്. എന്താ? അധികാരത്തെ അവർക്ക് കൊടുത്തു. അപ്പൻ കൊടുത്തത് ശാപം, ദൈവം അധികാരം കൊടുത്തു. ഇന്ന് പകൽ എനിക്കറിയില്ല എങ്ങനെ പ്രസംഗിക്കണമെന്ന്. ഞാനൊരു കാര്യം പറയാം, ശാപത്തെ മാറ്റാൻ കഴിയുന്നതാ ഈ പ്രാർത്ഥനകൾ. യഹോവയുടെ പക്ഷത്ത് മാറി നിന്നു. തൻ്റെ സഹോദരങ്ങളെയും കൂട്ടുകാരെയും വെട്ടി 3000 എണ്ണം ഒറ്റ ദിവസം മരിച്ചു വീണു. വചനം പറയുന്നു, വചനം പറയുന്നു, സമാഗമന കൂടാരത്തിന്റെ പണി പൂർത്തീകരിച്ചു, പണി പൂർത്തീകരിച്ചു. മോശ ചോദിച്ചു, കർത്താവേ, നിന്റെ ആലയത്തിന്റെ പുരോഹിതനാരാകണം, മഹാപുരോഹിതനാരാകണം. മോശയോടൊരു മറുപടി, മോശേ, മിസ്രൈമിൽ നിനക്ക് നാവിന് പകരം നാവായിരുന്നില്ലേ? പാളയത്തിന്റെ പലയുടെ മുകളിൽ നീ കയറി നിന്ന് കരമുയർത്തിയപ്പോ, താഴ്വരയിൽ യോശുവ യുദ്ധം ചെയ്തപ്പോ, നിന്റെ കരം താങ്ങിയിലെ അഹരോൻ, അവനും അവന്റെ സന്തതികളോ എന്റെ മഹാപുരോഹിതനാകണം. മോശ ചോദിച്ചു, that is correct, അത് കറക്റ്റ് ആണ്, യുവർ ചോയ്സ് ഈസ് കറക്റ്റ്. അടുത്ത് മോശ ചോദിച്ചു, അഹരോൻ മഹാപുരോഹിതൻ,
ആര് പുരോഹിതനാകണം? മോശയോട് ദൈവം പറഞ്ഞു, മോശേ, അപ്പൻ ശപിച്ചൊരു കൂട്ടമില്ലേ? അപ്പൻ ശാപവാക്ക് പറഞ്ഞൊരു കൂട്ടമില്ലേ? ആ കൂട്ടത്തെ ഞാൻ പുരോഹിതനായി വേർതിരിക്കുന്നു. സ്തോത്രം പറഞ്ഞില്ല. ദൈവത്തോട് മോശ പറഞ്ഞു, കർത്താവേ, അഹരോനൊക്കെ ശപിക്കപ്പെട്ടവരെന്തിന് പുരോഹിതനാകണം? മോശയോട് പറഞ്ഞു, മോശേ, ബിംബത്തെ ആരാധിക്കാൻ ഒരു തലമുറ എഴുന്നേറ്റപ്പോ പാളയത്തിന്റെ മടിവിൽ നിന്ന് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്ക. അന്ന് ചാടി ഇറങ്ങിയത് ഇവരാണ്. ഈ പക്ഷത്തു മാറി നിന്നവര് ഞാൻ എങ്ങനെയാ ഭരിക്ക? എന്താണ് പുരോഹിതൻ എന്ന വാക്കിനർത്ഥം? പുരം സ്വർഗം, ഹിതം ഇഷ്ടം, സ്വർഗത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ഇന്ന് നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, എന്താണ് സ്വർഗത്തിന്റെ ഇഷ്ടം? യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. പാപത്തിന് അടിമയാകാതെ ദൈവ ഇഷ്ടത്തിനകത്ത് ചലിക്കുന്നൊരു തലമുറ. ഒറ്റ വാക്കിൽ ഞാൻ നിർത്താം. അടുത്ത് മോശയോട് കൽപ്പന എഴുതുവാൻ പറയുക, മോശേ, നീ എഴുതണം 11 ഗോത്രങ്ങളും പുരോഹിതന് ദശാംശം കൊടുക്കണം. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ആർക്ക് കൊടുക്കണം? പുരോഹിതന് ലക്ഷാംശം കൊടുക്കണം. ആരാ പുരോഹിതൻ? അപ്പൻ ശപിച്ചവൻ. തീർന്നില്ല. അപ്പൻ 11 അനുഗ്രഹിച്ചു, ഒരുവനെ ശപിച്ചു. അർത്ഥം അനുഗ്രഹിക്കപ്പെട്ടവൻ ആ അനുഗ്രഹത്തിന്റെ ഓഹരി അപ്പൻ ശപിച്ചവന്റെ കാൽ കീഴിൽ. മനസ്സിലായവരുണ്ടെങ്കിൽ കരമടിച്ചു. ഒരു ദൂത് നിങ്ങൾ പിടിക്കാമെങ്കിൽ ഞാൻ പറയാം. അനുഗ്രഹിക്കപ്പെട്ടവരെല്ലാം അനുഗ്രഹത്തിന്റെ 10-1, ശപിക്കപ്പെട്ടവന്റെ കാൽ കീഴിൽ. അടുത്തു മാത്രമല്ല, നിങ്ങൾ അവരുടെ യോഗം കൂടരുതെന്ന് അപ്പ ശപിച്ചത്. പുരോഹിതം കൂടുന്ന യോഗത്തിനെല്ലാം കാണണം. ഇവിടത്തെ പരിപാടിയല്ല. ഇവിടെ ഉപവാസ പ്രാർത്ഥന വന്നില്ലെങ്കിൽ പാസ്റ്റർ എന്ന് വിളിക്കുകയുള്ളൂ, പാവം പിടിച്ച പാസ്റ്റർമാര്. അന്ന് നീ യോഗത്തിനില്ലെങ്കിൽ പിറ്റേ ഞായറാഴ്ച കാണൂല, നീ തട്ടിപ്പോകും. ഹലോ, ശബത്തി വേല ചെയ്യാൻ പോയാൽ വേല സ്ഥലത്ത് കിടക്കും. ശബത്തിനകത്ത് നീ പശുവിനെയും കാളയും എരുമയൊക്കെ തിന്നാൻ കൊടുത്താൽ കാള തിന്നുന്ന നിപ്പി തിന്നും, പിന്നെ കാള തിന്നില്ല. അതാ നിയമം. ഹലോ, പുരോഹിതൻ വിളിക്കുന്ന യോഗത്തിന് വന്നു കയറണമെന്ന്. അപ്പൻ ശപിച്ചതിനെ മുഴുവനും സ്വർഗം അനുഗ്രഹമാക്കി മാറ്റി. ആർക്ക്? ദൈവത്തിന്റെ പക്ഷം നിന്നവർക്ക്. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 14ാമത്തെ പകൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. ഈ ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുത്ത ഉലകത്തിൽ എത്ര മമ്പവാദി ശപിക്കാൻ നോക്കിയാല്, ഉലകത്തിലെ ആരെല്ലാം ശപിക്കാൻ നോക്കിയാലോ ആ ശാപം അനുഗ്രഹമാക്കി മാറ്റോ. ഇന്ന് പകൽ യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. കൺകള മൂടാമോ? ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ. എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ. എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ. ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ പകൽ ദൈവം
ഇന്ന് പകൽ ദൈവം ചോദിക്കുന്നത് ശമൂവേൽ പാസ്റ്റർ വശത്തുള്ളവർ മാറി നിൽക്കാനല്ല, സബിൻ പാസ്റ്റർ വശത്തുള്ളവർ മാറി നിൽക്കാനല്ല, യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. എന്നാ പാസ്റ്ററെ മാറി നിന്നാലുള്ള കുഴപ്പം? മാറി നിന്ന കുഴപ്പമല്ല, അനുഗ്രഹമാണ്. ഉലകത്തിൽ ആരും വഹിക്കാത്ത ചിലത് നിന്റെ കൂടാരത്തിൽ വെളിപ്പെടും. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്ത, ആ ശിരസിന്റെ മേൽ കൈവയ്ക്ക. നിങ്ങളുടെ തലമുറകൾ ദൈവദാസന്മാരാകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിന്. എന്തെന്നറിയില്ല, ഒരു നിയോഗം ഉള്ളത് കൊണ്ടാ. ഒരു വാക്ക് പ്രാർത്ഥിന്. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ, ഇനി കാണാൻ പോകുന്നവർ, ഒരു വാക്ക് പ്രാർത്ഥിക്കുക. നിന്റെ തലമുറകളെ ഓർത്ത്. പ്രിയ കൂടപ്പുറപ്പേ, പ്രിയ മക്കളെ, നമ്മുടെ ശാപത്തെ അനുഗ്രഹമാക്കാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശുവ. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. ഒരു തീരുമാനം ഇതിനകത്ത് ഉയരാമോ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പക്ഷത്ത് മാറി നിൽക്കുക. എൻ്റെ പക്ഷത്ത് ഞാൻ മാറി നിൽക്കുക. എൻ്റെ ദൈവത്തിൻ്റെ പക്ഷത്ത് ഞാൻ മാറി നിൽക്കുക. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. 14-ാമത്തെ പകലൊന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. സ്വർഗമേ, ഈ ശിരസിൻ്റെ മേൽ കരം വച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ യഹോവയുടെ പക്ഷത്ത് മാറി നിൽക്കുക. ഞങ്ങൾ ലോകത്തിൻ്റെ പക്ഷത്തല്ല, ഞങ്ങൾ യഹോവയുടെ പക്ഷത്ത്. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നവരാക്കി. ഇതിനകത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട്. അവിടെ തലമുറകൾ പുരോഹിതന്മാരായി മാറട്ടെ. സ്വർഗത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന ചിലവിനെ ആമേ മടക്കി പിടിക്കുന്ന പ്രാർത്ഥനയായി മാറട്ടെ. ദാവീദ് പറഞ്ഞതുപോലെ, അവൻ എന്റെ മുൻപും പിൻപും അടച്ചു, അവൻ എന്റെ കരം എന്റെ മേൽ ഭാരമായി. എങ്കിലും ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്, ആർക്കും ഗ്രഹിച്ചുകൂടാൻ കഴിയാതെ വണ്ണം ഉന്നതമാണ്. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ഓൺലൈനിലൂടെ കാണുന്നവരെ ബ്ലസ് ചെയ്യുകയാണ്. ചിലർ ദൈവഹിതത്തിൽ നിൽക്കട്ടെ. മക്കത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശക്തിയോടെ യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിന്ന് ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഈഗത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഈഗത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും. സ്വർഗീയ സന്തോഷമെന്നിലുണ്ടിന്നലെ, സ്വർഗീയ സന്തോഷമെന്നിലുണ്ടിന്നലെ. കാളിൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നികെ വേഗത്തിൽ വരും താൻ, താമസമെന്നേ വേഗത്തിൽ വരും താൻ. കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയം, കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയം. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാൽ നേരുൾ മാറിടുമേ. ഓ നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാൽ നേരുൾ മാറിടുമേ. രാജരാജ
രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടുണ്ട് താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടുണ്ട് താൻ. കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം, കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഓ എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. സന്താപം തീർന്നിട്ടും അന്തമില്ല യുഗം കാന്തരുവായി വാഴുവാൻ. ഓ സന്താപം തീർന്നിട്ടും അന്തമില്ല യുഗം കാന്തനുമായി വാഴുവാൻ. ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ, ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ. എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമക, എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമക. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നികെ വേഗത്തിൽ വരും താൻ, താമസമെന്നികെ വേഗത്തിൽ വരും താൻ. കാന്തയാമെന്റെയും ചേർത്തിടും, കാന്തയാമെന്റെയും ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടും. സന്താപം തീർന്നിട്ടും അന്തമില്ല യുഗം കാന്തനുമായി വാഴുവാൻ. സന്താപം തീർന്നിട്ടും അന്തമില്ല യുഗം കാന്തനുമായി വാഴുവാൻ. ഓ ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ, ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ. എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമക, എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമക. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നേ വേഗത്തിൽ വരും താൻ, താമസമെന്നേ വേഗത്തിൽ വരും താൻ. കാന്തയാമെന്നെ ചേർത്തിടും നിശ്ചയമായി, കാന്തയാമെന്നെ ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഓ എൻ പ്രിയ രക്ഷകൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി. ഓ എൻ പ്രിയ രക്ഷകൻ ശക്തിയോടെ കരങ്ങളെ ചെന്നടിച്ച സ്വർഗമേ ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ഇന്ന് കേട്ട വചനം പോലെ ഞങ്ങൾ യഹോവയുടെ പക്ഷത്ത് മാറി നിൽക്കട്ടെ. ഇന്ന് കേട്ട വചനം അയച്ച് ഈ ജനത്തെ പിതാവിൻ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിൽ ഇരിക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു. മഹത്വമെല്ലാം അങ്ങക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവസന്നിധിയിൽ ഒന്നിരിക്കാമോ?